അടിപൊളിയല്ലേ? നല്ല കാറ്റാണ് കേട്ടോ. സൂപ്പറാണ്, സൂപ്പർ. ഓ അടിപൊളി. ആ വ്യൂ നോക്കിയേ, മേഘങ്ങളൊക്കെ പോകുന്ന നോക്കിയേ, എന്ത് രസമാണ്. ക്യാമറ ഇത് ജസ്റ്റിഫൈ ചെയ്യുമോയെന്ന് അറിയില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല വ്യൂ ആണ് ഞങ്ങളീ കാണുന്നത്. അങ്ങ് ദൂരെ മലനിരകൾ, ഇതേ മേഘങ്ങൾ പറന്നു പോകുന്നു. അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരുപാട് സ്ഥലത്ത് നെൽപ്പാടം, അവിടെ അങ്ങ് അക്കരെ ഒരു ഡാം, ഇവിടെ തെങ്ങിൻ തോപ്പ്. ഓ മൊത്തത്തിൽ അടിപൊളിയാണ് കേട്ടോ. ഫേമസ് 13 ആർച്ച് ബ്രിഡ്ജ് വന്നു കേട്ടോ. ഇതാണ് ഫേമസ് 13 ആർച്ച് ബ്രിഡ്ജ്. 13 കാലുണ്ട്, അല്ല 13 കണ്ണകപ്പാലം അങ്ങനെയാണ് ഇതിന് പറയുക. 13 കണ്ണകപ്പാലം നൈസാണ്, ഭയങ്കര ഫേമസ് ആണ്. ഇതേ വഴിയിൽ പനന്നും കൊണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഉള്ള ഗ്യാപ്പിന് ഇവനെ ഓവർടേക്ക് ചെയ്യണം. ഓക്കെ, സ്ക്രാംബ്ലർ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. അത്യാവശ്യം കുണ്ടും കുഴിയൊക്കെ ചാടിച്ചെടുത്ത് കൊണ്ടുപോവാം. അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ വണ്ടിക്ക്. വലിയ കുഴപ്പമില്ലാതെ കയറിപ്പോവും. ഓക്കെ, ദാറ്റ് ഈസ് കൂൾ. ആളുകൾ ഇതല്ലാതെ സ്പ്ലെൻഡർ വെച്ചിട്ടും ഓഫ് റോഡ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം പോകുന്നത് തിരുമലൈക്കോവിൽ കുമാരസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. നമുക്ക് ചെങ്കോട്ട വരെയും പോകേണ്ട ആവശ്യമില്ല. അതിന് മുമ്പേ ഒരു ലെഫ്റ്റ് എടുത്താണ് നമ്മൾ പോകണം കേട്ടോ. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് തമിഴ്നാട്ടിലേക്ക് എത്തിയിട്ടോ. തമിഴ്നാട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഇതേ എല്ലാ ഇതും മാറി. ഇതേ ഗ്രാമഭംഗിയൊക്കെ കണ്ടോ തമിഴ്നാട്ടിലെ? ഓ ചെക്ക് നൈസ്. ഈ ബാക്ക് ഡ്രോപ്സിൽ മലയും അതിൻ്റെ അവിടെയുള്ള കൃഷിയും നല്ല രസമാണ് കാണാൻ. അടിപൊളി അടിപൊളി വ്യൂ, അടിപൊളി വ്യൂ. നോക്കിയേ, ഒരു ഗ്രാമഭംഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഓ ആ ഗ്രാമം കണ്ടോ, ആ മലയുടെ താഴ്വാരത്ത് സിറ്റുവേറ്റ് ചെയ്തേക്കുന്ന ചുറ്റുപാടം. ഓ അടിപൊളി. തമിഴ്നാട്ടിലെ റോഡ്സും ഭയങ്കര നൈസാണ് കേട്ടോ. ഇപ്പം ഈ സൈഡിൽ കൃഷി നെല്ലാണ്. തിരുമലൈക്കോവിലേക്കുള്ള ഡൈവേഷൻ എടുത്തു കേട്ടോ. ഇനി കുറച്ചേ ഉള്ളൂ തിരുമലൈക്കോവിലേക്ക്. നമ്മളൊരു പോലീസുകാരനോട് ചോദിച്ചു. എനിക്ക് ഓൾമോസ്റ്റ് റൂട്ട് അറിയാമായിരുന്നു, എന്നാലും ഞാൻ ചോദിച്ചു. അപ്പോൾ ഈ ലെഫ്റ്റാന്ന് പറഞ്ഞു. അപ്പോൾ തിരുമലൈക്കോവിലിൻ്റെ റൂട്ടിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്. ആ ടേൺ കഴിഞ്ഞിട്ടുള്ള ഒറ്റ റോഡായിട്ടത്. ഈ ഒരൊറ്റ റോഡ് മാത്രമേ ഉള്ളൂ തിരുമലൈക്കോവിലേക്ക്. 12:30 വരെ ദർശനം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് പോവാം. മലയുടെ മേളിൽ വരെയും അമ്പലത്തിൻ്റെ അടുത്ത് വരെയും നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. പാർക്കിംഗ് ഫീ ഒക്കെ ഉണ്ടാവും, എന്നാലും നോക്കാം. 3 കിലോമീറ്റേഴ്സ് എന്നാണ് കേട്ടോ. അതെ ഫ്രണ്ടിൽ ബോർഡുണ്ടേ, ഹൈവേ. ഓ ഈ വഴി തന്നെ ഒന്ന് നോക്കിക്കേ, അടിപൊളിയാട്ടോ. അതാണ് മല, ഇതാണ് വഴി. കൊള്ളാം. റോഡ് നിറയെ ആടാണ്. ഇവരുടെ ആടിനെ എങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ പണി പാളും. എനിവേ ഇറ്റ്സ് നൈസ്. തമിഴ്നാട്ടിലൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ പുളി റോഡിൻ്റെ സൈഡിൽ മൊത്തം പുളി വെച്ച് പിടിപ്പിക്കും. അതൊരു വരുമാന മാർഗമാണ്. വാവ്, ഓ സൂപ്പറാണ് കേട്ടോ. ഈ കാഴ്ച നേരിട്ട് കാണണ്ടാണ്, ഭയങ്കര നൈസാണ്. ഓ നല്ല കാറ്റും നല്ല റോഡും. വാവ്, നല്ല പ്രകൃതി രമണീയത, നല്ല രസമുണ്ട്. വാവ്, ഇതിലെ കൂടെ വണ്ടി ഓടിക്കാൻ തന്നെ നല്ല രസമാണ്. കുറേ പേര് പോകുന്നുണ്ട്. ഓ ഇറ്റ്സ് ഓസം. നല്ല കാറ്റാണ് കേട്ടോ.
KL31 കണ്ടോ? അതാണ് കേട്ടോ തിരുമലൈ കോവിൽ. നമ്മൾ കേൾക്കാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ആ വ്യൂ കണ്ടോ, മേളിൽ മേഘം, അമ്പലം, നൈസായിരിക്കും. എനിക്കിതൊന്ന് മേളിൽ വരെ വണ്ടി ഓടിച്ച് കയറ്റാൻ പറ്റുമെന്ന് തോന്നണേ. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓഹ്, ഈ ബാക്ക്ഗ്രൗണ്ടും ഈ അമ്പലം ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി, സൂപ്പർ. തിരുമലക്കോവിലിൻ്റെ എൻട്രൻസിലാണ് കേട്ടോ. ബൈക്ക് പോകും. ബൈക്കിന് പോകാൻ ആകെ 20 രൂപ കൊടുത്താൽ മതി. 20 രൂപ കൊടുത്ത് മേളിലേക്ക് ഓടിച്ച് കയറ്റാം. അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് മൊത്തം നടക്കണം. ഓ, നോക്കിയേ എന്ത് രസം, സൂപ്പർ വ്യൂ. ഓ, ഇത് അമ്പലമല്ല കേട്ടോ, ഇതൊരു ഹെവനാണ്. നൈസ് പ്ലേസ്. ചുമ്മാ വരാനൊക്കെ പറ്റിയ മേഘം, കോട ഇറങ്ങുന്നു. നല്ല രസമുണ്ട്, അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. ഇന്ന് എന്തോ സ്പെഷ്യൽ ദിവസമാണെന്ന് തോന്നുന്നു. അങ്ങ് ദൂരെ ഒരു ഡാം കാണാം, പക്ഷെ അത് ഈ ഗോപ്രോയിൽ കിട്ടുമെന്നറിയില്ല. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. താഴത്തെ നെൽപ്പാടങ്ങളുടെയും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ നിന്നുള്ള വ്യൂ കാണാൻ പറ്റുന്നുണ്ടോ? അടിപൊളിയാണ്. കേരളത്തിൽ നിന്ന് ഒരുപാട് വണ്ടികൾ കാണുന്നുണ്ട്. ഒരുപാട് പേര് കേരളത്തിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പോൾ തിരുമലൈ കോവിൽ ക്ഷേത്രത്തിലാണ് കേട്ടോ ഉള്ളത്. മുരുകൻ്റെ ക്ഷേത്രമാണ്. നൈസാണ്. അപ്പോൾ ഈ കയറി ഞങ്ങൾ തൊഴുതു ഇറങ്ങി. 12:30 വരെ ദർശനം ഉണ്ടെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സമയം പാഴാക്കിയില്ല, പെട്ടെന്ന് തന്നെ കയറി കണ്ടു തൊഴുതു. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ആർക്കിടെക്ചറും. ഒരുപാട് പേരുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ സൂപ്പർ. അത് നോക്കി കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നിന്നുള്ള വ്യൂ. ഇതേ താഴെ ഗ്രാമങ്ങളും പാടശേഖരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്ത് രസമാണ്. തെങ്ങും തോട്ടം. ദേ ആ കാണുന്ന നമ്മുടെ പുഷ്പ പാറയാട്ടോ. പുഷ്പ സിനിമയിലെ പാറയാണത്. ദേ അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് അല്ലു അർജുൻ ഡാൻസ് കളിക്കുന്നത്. ഓക്കെ, അങ്ങ് ദൂരെ കാറ്റാടിപ്പാടങ്ങളും കാണാം കേട്ടോ. നല്ല രസമുണ്ട് അങ്ങ് ദൂരെ. പക്ഷെ അതൊക്കെ ക്യാമറ കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങ് ദൂരെ കാറ്റാടിപ്പാടങ്ങളാണ് മൊത്തം. അടിപൊളി. ഇതിൻ്റെ ചുറ്റുമുള്ള ഏരിയ ഫുള്ള് നെൽകൃഷിയാണ് കേട്ടോ. അത്യാവശ്യം നെല്ലും തെങ്ങും അങ്ങനെ പലവിധ പച്ചക്കറികളുമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. കൊള്ളാം. അമ്പലത്തിൽ നിന്നുള്ള വ്യൂ ഒക്കെ കൊള്ളാം. വളരെ നൈസ്. അങ്ങ് ദൂരെ നോക്കത്ത ദൂരത്തോളം പാടങ്ങളുണ്ട്. നൈസ്. അങ്ങകലെ വിൻഡ് ഫാംസും ഉണ്ട് കേട്ടോ. വിൻഡ് മിൽസ് കാണാം നമുക്ക്. അങ്ങകലെ എല്ലാം വിൻഡ് മിൽസ് ഉണ്ട്. ഞങ്ങൾ മഴയില്ല എന്ന് പറഞ്ഞുള്ളൂ. ഇവിടെ ഭയങ്കര മഴ കേട്ടോ. ഒരു രക്ഷയില്ല. ഹെവി മഴ. എല്ലാവരും അകത്ത് കയറിയിരിക്കുമോ. നല്ല മഴ. അമ്പലത്തിൽ നിന്ന് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. നൈസ്. ഇപ്പം ആ മഴ പെയ്തത് പോയി. മഴ കഴിഞ്ഞു, ഒന്ന് ഫ്രഷായി. ഞങ്ങളതുകൊണ്ട് ഇറങ്ങുക. അങ്ങ് ദൂരെ നല്ല കാറ്റാടിപ്പാടങ്ങളാണ് കേട്ടോ. വീഡിയോയിൽ കുറച്ച് സൂം ചെയ്തിട്ടുണ്ട്, ക്ലാരിറ്റി പോകുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. അങ്ങ് ദൂരെ മൊത്തം കാറ്റാടിപ്പാടങ്ങൾ കാണാം. നല്ല രസമുണ്ട്. ഇതാണ് നമ്മുടെ പുഷ്പയിൽ ഡാൻസ് കളിച്ച പാറ കേട്ടോ. അങ്ങോട്ട് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. അവിടെ നിന്നൊരു ആംഗിൾ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മൊത്തം കാണാൻ പറ്റും. ഇവിടെ ഈ അമ്പലത്തിൻ്റെ മുകളിലൊരു നല്ല കുളമുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴയൊക്കെ ഈ ഭാഗത്തായിട്ട് കുറച്ച് അത്യാവശ്യം മഴയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നിറയെ മീനുകളും ഉണ്ട്. കൊള്ളാം, അടിപൊളി. അത് ഈ മലയുടെ ബാക്ക് ഡ്രോപ്സിലാവുമ്പോഴേ ഭയങ്കര രസമാണ് കാണാൻ. നല്ല രസമാണ് കാണാൻ. നല്ലൊരു സെറീനായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. നല്ല രസമുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല രസമാണ് കേട്ടോ. അപ്പുറത്തൊരു ഡാമുണ്ട്. അത് ഏത് ഡാമാണെന്നറിയില്ല. ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം. നല്ല രസമുണ്ട്. ഇനി അമ്പലത്തിൻ്റെ മുകളിൽ ടോയ്ലറ്റ് ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ പോവാം. കൊള്ളാം, അടിപൊളി.
ചുറ്റി നടന്ന് വന്ന് കാണാനും മാത്രം ഉണ്ട് അമ്പലം. ഭാഗ്യം അമ്പലം എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? ഭാഗ്യം കുറച്ച് ടയേർഡായി ഈ വെയിലൊക്കെ കൊണ്ടിട്ട്. നമ്മുടെ പുഷ്പ സിനിമയില്ലേ, ആ പുഷ്പ സിനിമയിൽ അല്ലു അർജുൻ പുഷ്പയെ കാണാൻ വരുന്ന കുറച്ച് സീൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഈ അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ടാട്ടോ എടുത്ത്. അങ്ങനെ അവൻ തൊഴാൻ നേരത്ത് അവൾ തൊഴാൻ വരുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഈ അമ്പലത്തിലെടുത്ത്, തിരുമലൈ കോവിൽ. അടിപൊളിയല്ലേ? നല്ല കാറ്റാണ് കേട്ടോ, സൂപ്പറാണ്, സൂപ്പർ. ഓ അടിപൊളി. ആ വ്യൂ നോക്കിയേ, മേഘങ്ങളൊക്കെ പോയി നോക്കിയേ, എന്ത് രസമാണ്. ക്യാമറ ഇത് ജസ്റ്റിഫൈ ചെയ്യുമോയെന്ന് അറിയില്ല കേട്ടോ, അത്രയ്ക്ക് നല്ല വ്യൂ ആണ് ഞങ്ങളീ കാണുന്നത്. അങ്ങ് ദൂരെ മലനിരകൾ, ഇതേ മേഘങ്ങൾ പറന്നു പോകുന്നു. അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരുപാട് സ്ഥലത്ത് നെൽപ്പാടം, അവിടെ അങ്ങ് അക്കരെ ഒരു ഡാം, ഇവിടെ തെങ്ങിൻ തോപ്പ്. ഓ മൊത്തത്തിൽ അടിപൊളിയാണ് കേട്ടോ. ഇറ്റ്സ് വർത്താണ്. ഒരു അമ്പലത്തിൽ പോകാം എന്നുള്ളൊരു കാര്യം നടക്കും. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂവും ഈ കാറ്റും അടിപൊളിയാണ്. അപ്പോൾ അതും നടക്കും. അതായത് കാഴ്ചയും കാണാം, അമ്പലവും കാണാം. അങ്ങനത്തെ ഒരു സ്പിരിച്വൽ ജേണിയുടെ കൂടെ കുറച്ച് ട്രാവൽ പരിപാടിയും നടക്കും. നൈസാണ്, നല്ല രസമുണ്ട്. വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. അല്ലേ ഭാഗ്യം? ഈ വ്യൂ ഒരു രക്ഷയില്ലല്ലേ? വ്യൂ കിടിലമാണ് കേട്ടോ, കിടിലം വ്യൂ ആണ്, ഒരു രക്ഷയില്ല. ഇന്ന് അമ്പലത്തിൽ കുറേ കല്യാണങ്ങളുണ്ടായിരുന്നു. സിനിമയിലേ ശ്രീവല്ലിയൊക്കെ പാല് അളക്കുന്ന സീനുണ്ട്. അത് ഈ ആലിൻ്റെ ചോട്ടി വെച്ചാ കേട്ടോ. ഈ ജംഗ്ഷനിൽ വെച്ചാണ് പുഷ്പയിൽ പാൽ അളക്കുന്ന സീനൊക്കെ ഉള്ളത്. മനസ്സിലായി? ഈ ആലിൻ്റെ ചോട്ടി വെച്ചിട്ട്. ഇവിടെ വമ്പം പരിപാടിയാണ് കേട്ടോ നടക്കുന്നത്. വമ്പം പരിപാടി എന്ന് പറഞ്ഞാൽ വമ്പം പരിപാടി. ഗണപതി ബപ്പ മോറിയ, ഫുള്ള് വഴി ബ്ലോക്ക്.